എന്തായി ഫൽഗുണ? പ്രശ്നമൊന്നുമില്ല. 2 മർമ്മം പിടികിട്ടിയിട്ടുണ്ട്. ഒന്ന് ഇതാ, ഈ വാരിയല്ലിന് ബലമായിട്ടൊരു പിടി പിടിച്ചാ മതി, ഫിലിപ്പോസിന്റെ പോസ് അങ്ങ് പോവും. പിന്നെ പിലി മാത്രമേ കാണൂ. മറ്റേ മർമ്മം? മറ്റേതോ? ഈ തുടയല്ലിന് അറിയാത്ത മട്ടിൽ കൈമുട്ടുകൊണ്ട് ഓരോറ്റ കയറ്റിയാ മതി. പിന്നെ മർമ്മം ശരിക്ക് നോക്കിയില്ലെങ്കിൽ ഫിലിപ്പോസ് കുഴപ്പമുണ്ടാക്കും. അത് ഞാൻ ഏറ്റു. ഇതൊന്നുമില്ലെങ്കിലും ഫിലിപ്പോസ് എനിക്ക് പ്രശ്നമല്ല. ആശാൻ വിവരക്കേട് പറഞ്ഞു പഠിക്കരുത്. കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞു തന്ന മർമ്മത്തിന്റെ സഹായം കൊണ്ടല്ലേ ആ കുപ്പസ്വാമിയെ അടിച്ചു വളർത്തിയത്. അല്ലെങ്കിലും കുപ്പുസ്വാമിയെ ഞാൻ ശരിപ്പെടുത്തുമായിരുന്നു. ഓഹോ, ഇപ്പൊ അങ്ങനെയായോ? അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം. ഫിലിപ്പോസിന്റെ മർമ്മം ആശാൻ അറിയാമെന്ന് ഞാൻ അവിടെ ചെന്ന് പറയാം. അത് വേണ്ട. നിനക്കിപ്പം കാശിടൊന്നും വേണോ? അതെന്ത് ചോദ്യം ആശാനെ? ഒരു 100 രൂപ ഇങ്ങട്. എന്നാലേ നാളെ രാവിലെ ഇങ്ങോട്ട് വന്നേരെ, തന്നേക്കാം. ഏതായാലും ഇതുവരെ വന്നതല്ലേ. അങ്ങനെ ആശാന്റെ ഓശാരമൊന്നും വേണ്ട. അധ്വാനിച്ചതിന്റെ കൂലിയാ ചോദിക്കുന്നത്. നാളെ രാവിലെ കറക്റ്റായിട്ട് വരും. ഉറപ്പായിട്ട് തരണം, മറക്കണ്ട. പാടരമണ, നീ അകത്തോട്ടിരിക്കേ. എങ്ങനെയുണ്ട് അവന്റെ കച്ചവടമൊക്കെ? അവിടെ എന്ത് കച്ചവടം? അതിരിക്കട്ടെ, ഇവിടെ എങ്ങനെയുണ്ട്? ഉണ്ടക്കായും മിച്ചറും ഉണ്ടക്കാക്കും തുടങ്ങിയ ശേഷം കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട്. എങ്കിലും ശരിക്കൊരു പിടുത്തം കിട്ടിയിട്ടില്ല. അല്ല, നാളത്തെ ഗുസ്തിക്ക് നിങ്ങൾ സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കുന്നില്ലേ? ഉണ്ടടോ, നല്ല കോഴിക്കോടൻ അലുവയും വറുത്ത കായും ഏർപ്പാടാക്കിയിട്ടുണ്ട്. അലുവയും വറുത്ത കായും? നാട്ടുകാർ മുഴുവൻ വരും നിങ്ങൾ അലുവയും വറുത്ത കായും തിന്ന. സഹദേവേട്ട് അവിടെ എന്താ സപ്ലൈ എന്നറിയാമോ? ചറോട്ടയും പോപ്സും, അല്ല പൊറോട്ടയും ചാപ്സും. ആളുകൾ ഇടിച്ചു കയറും. എന്നാ പിന്നെ ഞാനിത് തുടങ്ങിക്കളെ. എങ്ങനെ തുടങ്ങാനാ? മുൻകൂട്ടി ഓർഡർ ചെയ്യാതെ ആട്ടിറച്ചോ കോഴി ഇറച്ചോ ഒക്കെ കിട്ടുമോ? പിന്നെന്താ ചെയ്യാ? പിന്നെ ഞാനൊരു വഴിയും കാണുന്നില്ല. എന്നാ ഞാനൊരു വഴി കാണുന്നുണ്ട്. നിനക്ക് ഞാൻ 10 രൂപ തരും. ഒരു ചെറിയ പണി ഒപ്പിക്കണം. ഒപ്പിക്കാം. അവന്റെ ചാപ്സ് റെഡിയാവുമ്പോ നീ അതിൽ കുറെ ഉപ്സ് കൊണ്ടിടണം. അയ്യോ, അത് വലിയ ചതിവല്ലേ നകുലേട്ടാ? എടോ, സത്യവും മര്യാദയും കൊണ്ടിടന്ന ഇക്കാലത്ത് ജീവിക്കാൻ പറ്റില്ലടോ. അവന്റെ കച്ചവടം നിർത്തിയാലല്ലാതെ എനിക്ക് മനസമാധാനം ഉണ്ടാവില്ല എന്റെ രമണ. കാര്യമൊക്കെ ശരിയാ. ഞാനൊന്ന് ആലോചിക്കട്ടെ. ആലോചിക്കാനൊന്നുമില്ല. നിനക്ക് ഞാൻ 20 രൂപ തരാം. രൂപ? ശരി, ഞാൻ ചെയ്യാം. ഓ, നിന്റെ ദൈവം രക്ഷിക്കടാ. പ്രിയപ്പെട്ട നാട്ടുകാരെ, അമ്മമാരെ, സഹോദരിമാരെ, വമ്പിച്ച ഗാഥാ ഗുസ്തി ഇന്നോളം ആരുടെ മുമ്പിലും മുട്ടുകുത്തിയിട്ടില്ലാത്ത ഉടുമ്പു വേലായുധന് കൊച്ചുകുട്ടൻ പിള്ളയുടെ അരിമശിഷ്യൻ ഫയൽവാൻ ഫിലിപ്പോസ് നേരിടുന്നു. ഉടുമ്പിനെ തറപറ്റിക്കുന്ന മനോഹരമായ കാഴ്ച കാണാൻ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. നല്ലപോലെ കൊത്തി കളയണം. അടിയിലത്തെ മണ്ണ് മോളി വരണം. നേതാവേ, മൈക്ക് ഒന്ന് കാറ്റുന്നാ. നമസ്കാരം. ആശാനെ, ജോലി തിരക്കാണല്ലേ? നാളെയല്ലേ കുസ്തി? അല്ലെ, മണ്ണ് വെല്ലത് പിടിക്കുമ്പോ ഇളകിക്കോളും. എല്ലാ ഇത്തവണ ഉടുമ്പ് തറ പറ്റുമോ? പിന്നെ അതോ ആശാൻ തറ പറ്റുമോ? ആരാ തറ പറ്റുന്നത് നാളെ പിടിക്കുമ്പോ കാണാമല്ലോ. ഇല്ല, കഴിഞ്ഞ തവണയും ഇങ്ങനെ തന്നെയാ പറഞ്ഞത്. പിടിക്കുമ്പോ കാണാമല്ലോ. എനിക്ക് മുതൽ മുടക്കൊന്നുമില്ലല്ലോ. പിന്നെന്താ, ആര് ജയിച്ചാലും തോറ്റാലും തനിക്കെന്താ? അതൊന്നുമില്ല, മനസ്സിന്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണ്. ഈ മാസം അനാവശ്യമായിട്ട് ചെലവാക്കുന്ന ഈ പണം ഉണ്ടല്ലോ, അത് ഈ നാട്ടിന്റെ ജനാധിപത്യം സംരക്ഷിക്കാൻ സംഭാവനയായിട്ട് എന്നെ ഏൽപ്പിച്ചൂടാന്ന് ചോദിച്ചതാണോ? ഞാന് കണ്ടവന്റെ വീട് തോറും കേറി ഇറങ്ങി തെണ്ടി നടന്ന് പിരിക്കാറില്ല. സ്വന്തം തറവാട്ടിൽ നിന്ന് കൊണ്ടിരുന്ന പൈസയാ. വേണേ വന്നിട്ട് കണ്ടിട്ട് പോ. നടക്കട്ടെ നേതാവേ, ഒന്നുമില്ലേലും വല്ലപ്പോഴും ഒരു ഗുസ്തി ഓസിന് നമുക്ക് കാണാമല്ലോ. നിന്റെയൊക്കെ ജീവിതം തന്നെ ഓസാണല്ലോടാ, അല്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞു. ഒരു കാര്യം ഞാൻ പറയാം, ഉടുമ്പിനെ തറ പറ്റിച്ചിട്ടേ ഞാൻ ഇറങ്ങൂ. ജയ് ഹനുമാൻ. ജയ് സുഗ്രീവൻ. എന്ത് ചെയ്യാനാ, തലക്ക് സുഖമില്ലാതായിപ്പോ. ഒന്ന് മാറ.
ഒന്ന് വേഗം കൊണ്ടുപോയി ചേട്ടാ. ഇപ്പൊ തരാം. എത്ര നേരമായി? ഇപ്പൊ തരാം, ഇപ്പൊ തരാം. നല്ല ഒന്നാന്തരം മട്ടൻ ചാപ്സ്, ഇന്നത്തെ ഗുസ്തി സ്പെഷ്യൽ. ഇവർ ചുപ്പാണ്ടോ? എന്താണ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്? എന്താണ് മനുഷ്യർ ഗുരുവായൂരപ്പ ചാച്ചോ. Yeah!